ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ മണി ബ്ലോക്ക് നേരിടുന്ന വ്യക്തികളാണോ? അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്ന ഈ റൂട്ടീൻ നിങ്ങൾ കുറച്ച് ദിവസമെങ്കിലും ചെയ്തു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്നും ഈ ധനത്തിൻ്റെതായിട്ടുള്ള ബ്ലോക്ക് മാറി നാച്ചുറലി തന്നെ നിങ്ങളിലേക്ക് പണത്തിൻ്റെതായിട്ടുള്ള ഒരു ഫ്ലോ അനുഭവപ്പെടുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുവാൻ കഴിയും. ഫ്രണ്ട്സ്, ഈ പണം എന്ന് പറയുന്നത് ആരോടും ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന ഒന്നല്ല. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇന്ന ആളുകളിലേക്ക് മാത്രമേ പണം നിരന്തരമായി പോവുകയുള്ളൂ. എന്നാൽ പല ആളുകളിലേക്ക് ഈ പണം അത്യാവശ്യത്തിന് പോലും തികയാത്ത രീതിയിൽ കാണപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത് പ്രപഞ്ചം എന്തോ ഈ പണത്തെ പിടിച്ചു വച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ധനം നമ്മളിൽ നിന്നും അകന്നു നിൽക്കുകയാണ് എന്നുള്ളൊരു വിശ്വാസം, ഒരു ലിമിറ്റഡ് ബിലീഫ് സിസ്റ്റം പലരിലും നിലനിൽക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, ഇതാദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഏതൊക്കെയോ രീതിയിൽ പണവുമായിട്ട് ഡിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ധനം പലപ്പോഴും ആളുകളിൽ നിന്നും മാറി നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന ഈ റുട്ടീനുകൾ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ പണത്തിൻ്റെതായിട്ടുള്ള ഒഴുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് സമൃദ്ധമായി ഒഴുകുന്നത് നമുക്ക് തന്നെ അനുഭവപ്പെടും. ഫ്രണ്ട്സ്, അതിന് ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ മണി ബ്ലോക്ക് എന്താണെന്നുള്ളതാണ്. മണി ബ്ലോക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ലിമിറ്റഡ് ബിലീഫ് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മണി ബ്ലോക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അതെങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ പേരൻസിൻ്റെ സ്ട്രഗിൾ കണ്ടിട്ടോ, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ആയിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിലോ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ പാസ്റ്റിലുള്ള എക്സ്പീരിയൻസസിൻ്റെ അടിസ്ഥാനത്തിൽ, മണി ലോസ് ആയിട്ടുള്ള ഏതെങ്കിലും എക്സ്പീരിയൻസസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ചില ബിലീഫ് സിസ്റ്റം ഉണ്ട്. പണം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയില്ല, നിങ്ങളുടെ ഫാമിലിയിൽ ആരും റിച്ചായിട്ട് മാറിയിട്ടില്ല, പണം കയ്യിൽ വയ്ക്കുന്നത് കൂടുതൽ സ്ട്രഗിൾ ആയിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകും, പണം കൂടുതൽ സമ്പാദിച്ചു കഴിഞ്ഞാൽ അഹങ്കാരിയാകും അല്ലെങ്കിൽ പാപിയാകും എന്ന് വേണ്ട എന്തൊക്കെ നെഗറ്റീവായിട്ടുള്ള ബിലീഫ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കാമോ ആ രീതിയിലുള്ള ബിലീഫ് സിസ്റ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ടാകാം. അതാണ് പലപ്പോഴും ഈ മണി ബ്ലോക്ക് ഉണ്ടാകുന്നതിനുള്ള മെയിനായിട്ടുള്ളൊരു റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു തരുന്ന ഈ ഒരു റുട്ടീൻ നിങ്ങളൊന്ന് സ്ഥിരമായിട്ടൊന്ന് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ വലിയൊരു മാറ്റം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആ റുട്ടീനിലേക്ക് ഒന്ന് കടന്നാലോ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ കാമാൻ ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. അവിടെ ഒന്ന് ഇരുന്നതിന് ശേഷം കണ്ണുകൾ മെല്ലെ അടയ്ക്കുക. അതിനുശേഷം നമ്മൾ നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. അതായത്, നമ്മുടെ ഉള്ളിലുള്ള പണത്തിനെ കുറിച്ചുള്ള ഒരു അവയർനെസ് ഉണ്ട്. ആ അവയർനെസ്സിനെ നമ്മളൊന്ന് റീസെറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ മൈൻഡിനോട് തന്നെ ചോദിക്കുക, പണം എന്ന് പറയുമ്പോൾ എന്താണ് നിനക്ക് തോന്നുന്നത്? അതായത്, പണത്തെക്കുറിച്ചുള്ള നിന്റെ അഭിപ്രായം എന്താണ് എന്ന് നമ്മുടെ മനസ്സിനോടൊന്ന് ചോദിച്ചു നോക്കിക്കേ. അപ്പോൾ മനസ്സ് ഡിഫറൻ്റ് ആയിട്ടുള്ള ഉത്തരങ്ങൾ, റിപ്ലൈസ് നമുക്ക് നൽകാൻ തുടങ്ങും, അല്ലെങ്കിൽ അതിൻ്റെ ആ ചോദ്യത്തോട് മനസ്സ് പ്രതികരിക്കാൻ തുടങ്ങും. അതപ്പോൾ നമ്മുടെ പാസ്റ്റിലുള്ള പല സംഭവങ്ങളിലേക്കായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് നമ്മളോട് പറഞ്ഞു തന്ന ചില വിശ്വാസങ്ങളുണ്ട്, പണത്തെക്കുറിച്ചുള്ള വിശ്വാസങ്ങളുണ്ട്, അല്ലെങ്കിൽ പണത്തെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻ ഉണ്ട്, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ റിലീജിയൻ ബേസ്ഡ് ആയിട്ടോ നമ്മൾ കേട്ടിട്ടുള്ള കുറേ ലിമിറ്റഡ് ബിലീഫ് സിസ്റ്റംസ് ഉണ്ട്. അന്ന് അവർ അങ്ങനെ പറഞ്ഞിട്ടില്ലേ? ഇപ്പം പേരൻസ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കും, ഈ എല്ലുമുറിയെ പണിയെടുത്തതിന് അതിൽ നിന്ന് കിട്ടുന്ന ആ പണത്തിനാണ് ഏറ്റവും മാധുര്യം. അപ്പം അങ്ങനെ ഒരു ചിന്താഗതിയുണ്ട്, കഷ്ടപ്പെട്ട് പണിയെടുത്ത് അതിൽ നിന്ന് പണം ഉണ്ടാക്കണം, അല്ലേ? അതിപ്പോൾ അന്നന്നത്തേക്ക് കഴിക്കുവാനുള്ള ആഹാരത്തിനുള്ള വക മാത്രമാണ് അങ്ങനെ അധ്വാനിക്കുമ്പോൾ കിട്ടുന്നത്, അല്ലേ? ഫിസിക്കലി നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതുപോലെ ഒരുപാട് ചോദ്യങ്ങളും അതുപോലെ പാസ്റ്റിലുള്ള കുറേ എക്സ്പീരിയൻസും അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് കേട്ടിട്ടുള്ള ഇൻഫോർമേഷൻസിന്റെ അടിസ്ഥാനത്തിൽ മനസ്സങ്ങോട്ട് പ്രതികരിക്കുവാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരുപിടി നെഗറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കാം ഇങ്ങോട്ടേക്ക് റിപ്ലൈസ് ആയിട്ട് മനസ്സ് നൽകുന്നത്. അപ്പോൾ ഈ നെഗറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ അങ്ങോട്ട് കേട്ട് കഴിഞ്ഞു. അപ്പോൾ മൈൻഡ് എന്തൊക്കെയാണോ, ഏതൊക്കെ രീതിയിലാണോ പ്രതികരിക്കുന്നത്, അതൊക്കെ നമ്മൾ അങ്ങോട്ട് കേട്ട് കഴിഞ്ഞു. കേട്ട് കഴിഞ്ഞതിന് ശേഷം ഇനി നമ്മൾ മനസ്സിനോട് പറയുകയാണ്, ഇനി മുതൽ ഈ ഒരു ബിലീഫ് സിസ്റ്റം എനിക്ക് വേണ്ടതല്ല. ഞാൻ എന്നേക്കുമായി ഈ ബിലീഫ് സിസ്റ്റത്തെ എന്നിൽ നിന്നും റിലീസ് ചെയ്യുകയാണ്. അതായത്, ഈ നെഗറ്റീവ് ബിലീഫ് സിസ്റ്റം എനിക്കിനി വേണ്ടതല്ല. ഈ നെഗറ്റീവ് ബിലീഫ് സിസ്റ്റത്തെ ഞാൻ എന്നേക്കുമായി എന്നിൽ നിന്നും റിലീസ് ചെയ്യുകയാണ്. എന്താണ്? ആ പാസ്റ്റിൽ നമ്മൾ ചിന്തിച്ചു വെച്ചിട്ടുള്ള തോട്ട്സുകൾ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഇൻഫോർമേഷൻസ്, നമുക്ക് കിട്ടിയിട്ടുള്ള വിശ്വാസങ്ങൾ, ഇതെല്ലാം നമ്മൾ ഈ നിമിഷം റിലീസ് ചെയ്യുകയാണെന്ന് ഒരു 3 പ്രാവശ്യം ശക്തമായിട്ട് പറയാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഉള്ളിൽ നിന്നും ആ ഒരു നെഗറ്റീവ് ബിലീഫ് സിസ്റ്റം ഡിസോൾവ് ആയി പോകുന്നത്, ഇല്ലാതായി പോകുന്നത്, എലിമിനേറ്റ് ചെയ്ത് പോകുന്നത് നമ്മുടെ മനസ്സുകൊണ്ട് ഒന്ന് കാണുക. അപ്പം ഇതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ട ഘട്ടം എന്ന് പറയുന്നത്. അതിൻ്റെ രണ്ടാമത്തെ ഘട്ടം, ഈ റുട്ടീൻ്റെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത്,
നിങ്ങളുടെ വലത് കൈ ഈ ഹൃദയഭാഗത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ പറയുക: പണം എൻ്റെ ജീവിതത്തെ സേഫ് ആക്കുന്നു. പണം എൻ്റെ ജീവിതത്തെ വളരെ ഈസിയാക്കി മാറ്റുന്നു. എന്താണ്? പണം എൻ്റെ ജീവിതത്തെ സേഫ് ആക്കുന്നു. പണം എൻ്റെ ജീവിതത്തെ വളരെ ഈസിയാക്കി മാറ്റുന്നു. ഇതൊരു കുറച്ച് പ്രാവശ്യം വളരെ ഇമോഷണലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് വരെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഏകദേശം 1 മിനിറ്റെങ്കിലും നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വളരെ ഫീലോടുകൂടി ഇമോഷണലായിട്ട്. അതുകൊണ്ടാണ് ഈ ഹൃദയഭാഗത്ത് നമ്മൾ കൈവയ്ക്കുന്നതിൻ്റെ അടിസ്ഥാനം അത് തന്നെയാണ്. കാരണം ഈ ഫീലിങ്സിൻ്റെയൊക്കെ ഒരു ഉറവിടം, ഒരു സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയഭാഗമാണ്. നമുക്ക് ഏറെ സന്തോഷമുണ്ടായാലും, ഏറെ ദേഷ്യമുണ്ടായാലും, ഏറെ സങ്കടമുണ്ടായാലും ഈ ഒരു ഭാഗത്ത് എന്തെന്നില്ലാത്ത ഫീലിങ്സ് നമുക്ക് അനുഭവപ്പെടും, അല്ലേ? അപ്പം പണം കൊണ്ടുള്ള ആ ഒരു സന്തോഷം നമുക്ക് വന്നു കഴിഞ്ഞാലും അത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് എന്തെന്നില്ലാത്തൊരു എനർജി ആയിരിക്കും ഫീൽ ചെയ്യുക. അപ്പോൾ ആ രീതിയിൽ പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു ഭാഗത്തെ അങ്ങോട്ട് ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ അതിന് ഏകദേശം 1 മിനിറ്റ് മതിയാകും. അപ്പോൾ 2ാമത്തെ ഘട്ടവും കഴിഞ്ഞു. ഇനി 3ാമത്തെ ഘട്ടം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ ഒരു വിഷ്വലൈസേഷൻ ഇരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ കയ്യിലൊരു വാലറ്റ് കരുതുക. വാലറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സ്. അപ്പോൾ പേഴ്സിനൊരു പ്രത്യേകതയുണ്ട്. ഈ പേഴ്സ് എടുക്കുന്നത് തന്നെ അതിനൊരു എന്താ പറയുക, പണവുമായിട്ടൊരു ബന്ധമുണ്ട്, അല്ലേ? പണം, അത്യാവശ്യം പണമൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ വാലറ്റ് അല്ലെങ്കിൽ പേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ വാലറ്റ്, പേഴ്സ് എന്ന് പറയുന്നത് ഏതോ ഒരു വീഡിയോയിൽ ആരോ എന്നോട് കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വാലറ്റ് എന്താണെന്നുള്ളത്. വാലറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സ് തന്നെയാണ്. അപ്പോൾ ഈ പേഴ്സിന് പണവുമായിട്ട്, പണത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു സിഗ്നലാണ് അല്ലെങ്കിൽ സിമ്പലാണ് പേഴ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാലറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത്യാവശ്യം പണമൊക്കെ നമ്മൾ അതിലായിരിക്കും സൂക്ഷിച്ച് വയ്ക്കുന്നത്. അപ്പോൾ ആ വാലറ്റ് എടുത്തതിന് ശേഷം ആ വാലറ്റ് നോക്കി പറയുകയാണ്: പണം എൻ്റെ വാലറ്റിലേക്ക് സമൃദ്ധമായി ഒഴുകിക്കൊണ്ടിരിക്കുന്നു. പണം എൻ്റെ വാലറ്റിലേക്ക് അല്ലെങ്കിൽ പേഴ്സിലേക്ക് സമൃദ്ധമായിട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അപ്പം പണവും ആ പേഴ്സുമായിട്ട് ഒരു അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. ആ ബന്ധത്തെ നമ്മളങ്ങോട്ട് ഊട്ടിയുറപ്പിക്കുകയാണ്. അപ്പോൾ ആ 3ാമത്തെ ഘട്ടവും കഴിഞ്ഞു. 4ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നമുക്കുള്ള ചെറുതും വലുതുമായിട്ടുള്ള പണത്തിന്. ഇപ്പോൾ ആ വാലറ്റിൽ തന്നെ പണം ഉണ്ടായിരിക്കും. ചിലപ്പോൾ ചെറിയൊരു എമൗണ്ട് ആയിരിക്കും ഇരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ കുറച്ച് പണം ഉണ്ടായേക്കാം, അല്ലെങ്കിൽ അലമാരയിൽ കുറച്ച് പണം ഇരിപ്പുണ്ടായിരിക്കാം, നിങ്ങളുടെ പോക്കറ്റിൽ കുറച്ച് പണം ഇരിപ്പുണ്ടായിരിക്കാം. എന്തുമാകട്ടെ, ആ ഉള്ള പണത്തിന് നിങ്ങൾ അങ്ങോട്ട് നന്ദി അർപ്പിക്കുക. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ. നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതിന്, ഈസി ആക്കുന്നതിന് ആ പണത്തിന് നന്ദി അർപ്പിക്കുക. അപ്പോൾ അങ്ങനെ ഈ ഒരു 4 ഘട്ടത്തിലൂടെ നമുക്ക് ഏകദേശം ഒരു 5 മിനിറ്റ് പോലും ഇതിനു വേണ്ടി വരുന്നില്ല. ഈ ഒരു 5 മിനിറ്റ് ഡെയിലി നിങ്ങൾ ഈ മണി ബ്ലോക്ക് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു റുട്ടീൻ വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് ദിവസങ്ങൾക്കകം ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങൾ അതിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. ഫ്രണ്ട്സ്, ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മണി ബ്ലോക്ക് നമ്മളിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഈ പണത്തെ ചേസ് ചെയ്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം പണത്തിനറിയാം എവിടെയാണ് വന്നിരിക്കേണ്ടതെന്നുള്ളത്. അതിനൊരു ഇടം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പണം നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് തുടക്കത്തിലേ ഞാൻ പറഞ്ഞത്, ചില ആളുകളിലേക്ക് പണം ധാരാളമായി പോകുന്നു, ചില ആളുകളിൽ നിത്യവൃത്തി കഴിഞ്ഞുകൂടാനുള്ള പണം ലഭിക്കുന്നു, ചില ആളുകളിൽ പണം ഒട്ടുമേ ലഭിക്കുന്നില്ല. എന്തുകൊണ്ട് ഈ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവ് ബിലീഫ് സിസ്റ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ആദ്യം ആ തോട്ട്സ്, നെഗറ്റീവായിട്ടുള്ള തോട്ട്സുകൾ, നെഗറ്റീവായിട്ടുള്ള ഇൻഫോർമേഷൻസ്, നെഗറ്റീവായിട്ടുള്ള ബിലീഫ് സിസ്റ്റം, അതിനെയൊക്കെ അങ്ങോട്ട് മാറ്റാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മാറ്റി കഴിയുമ്പോഴേക്കും പണം നമ്മളിലേക്ക് നാച്ചുറലായിട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഒരു റുട്ടീൻ നിങ്ങളൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. മണി ബ്ലോക്കിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതാക്കുവാൻ കഴിയും. അതിനേവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. താങ്ക് യു ഫ്രണ്ട്സ്. താങ്ക് യു സോ മച്ച് ആൻഡ് ഗോഡ് ബ്ലസ് യു ഓൾ.